ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ജെറമ്യ പ്രവചനം അതിൻ്റെ 33-ാം അധ്യായം 3-ാം വാക്യം. ജെറമ്യ ചാപ്റ്റർ 33 വേഴ്സ് 3. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്വം അഗോചരവുമായ കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിക്കും. ഹല്ലേലൂയ. Call to me and I will answer you and show you great and mighty things which you do not know. ഹല്ലേലൂയ. വചനം പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. ആരോ പറഞ്ഞു, ദൈവത്തെ വിളിക്കാനുള്ള ഫോൺ നമ്പർ ഈസ് 333. ജെറമ്യ 33:3 333. എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഉറപ്പുണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന്? ഹല്ലേലൂയ. ഒരു വചനം കൂടെ വായിക്കാം. 1 യോഹന്നാൻ അതിൻ്റെ 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ. ദൈവഹിതത്തിനനുസൃതമായി നാം എന്ത് പ്രാർത്ഥിച്ചാലും അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നതാണ് നമുക്കുള്ള ധൈര്യം. നാം എന്തപേക്ഷിച്ചാലും അവിടുന്ന് കേൾക്കുന്നുവെന്ന് നാം അറിയുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന് നാം അറിയുന്നു. Hallelujah. Now this is the confidence that we have in him. ഇതാണ് നമ്മുടെ ഉറപ്പ്, ഇതാണ് നമ്മുടെ ധൈര്യം, ഇതാണ് നമ്മുടെ കോൺഫിഡൻസ്. എന്താണ് കോൺഫിഡൻസ്? നമ്മൾ പ്രാർത്ഥിച്ചാൽ അവൻ കേൾക്കുന്നു, അതിന് ഉത്തരവുണ്ട്. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥിക്കുന്നവന് ഒരു കോൺഫിഡൻസ് ഉണ്ട്, പ്രാർത്ഥനയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്. എത്ര പേർക്ക് കോൺഫിഡൻസ് ഉണ്ട് പ്രാർത്ഥനയിൽ? ഹല്ലേലൂയ. ഒത്തിരി കൈകളൊന്നും പൊങ്ങി ഞാൻ കണ്ടില്ല. ഹല്ലേലൂയ. പലപ്പോഴും പ്രാർത്ഥനയിലുള്ള കോൺഫിഡൻസ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. നിങ്ങൾ ആലയത്തിൽ വന്നിരിക്കുന്ന കാണും, യു മൈറ്റ് ബി ഗോയിങ് ത്രൂ ദ മോഷൻസ് ഓഫ് പ്രെയർ, ഒരുപാട് പ്രാർത്ഥിക്കുന്നതും കാണും. പക്ഷേ അകത്ത് പ്രാർത്ഥനയിലുള്ള കോൺഫിഡൻസ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? പ്രാർത്ഥിച്ച വിഷയത്തിന് ഉത്തരം കിട്ടാതെ ഇരിക്കുമ്പോൾ. ഹല്ലേലൂയ. ഒരുപാട് നാളായിട്ട് ഒരു വിഷയത്തിന് വേണ്ടി നീ ഇത്ര നാളായിട്ടും ഉത്തരം കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച വിഷയത്തിന് ഉത്തരം കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും വിശ്വാസിയുടെ അകത്ത്, ഹല്ലേലൂയ, നമ്മളൊരു സാമ്പത്തിക വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. നിന്റെ കടബാധ്യത മാറിയിട്ടില്ല. ഒരു രോഗത്തിന് വേണ്ടി, അതിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ആ രോഗസൗഖ്യം നീ കണ്ടിട്ടില്ല. ബന്ധങ്ങളിലുള്ള ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് വ്യത്യാസം വന്നിട്ടില്ല. കുടുംബം രക്ഷപ്രാപിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്ന എത്ര കൊല്ലമായിട്ട് തലമുറയുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു വ്യത്യാസവും കാണുന്നില്ല. പ്രാർത്ഥനയിലുള്ള കോൺഫിഡൻസ് പോകും. ഹല്ലേലൂയ. എന്നാൽ ലൂക്കയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഹല്ലേലൂയ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥിച്ചിട്ടും ഉത്തരവില്ലെങ്കിലും മറുപടി ഇല്ലെങ്കിലും എത്ര നാളായെങ്കിലും അതേ വിഷയം തന്നെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ഉത്സാഹിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ ജെറമ്യ പ്രവചനം 33:3 വചനം പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത്, പ്രെയർ ഈസ് നെവർ എ മാൻസ് ഐഡിയ. അത് ഒരു മനുഷ്യന്റെ ആശയമല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. എൻ്റെ വെപ്രാളത്തിൽ, എൻ്റെ വിഷമത്തിൽ, എൻ്റെ അവിശ്വാസത്തിൽ ഓടി വന്ന് എൻ്റെ ഒരു ഇമോഷണൽ റിലീസ് നടത്തുന്ന കാര്യമൊന്നും അല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഗോഡ്സ് കമാൻഡ്മെന്റ്. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. എന്നെ വിളിച്ചപേക്ഷിക്കുക. നിങ്ങൾ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ പക്കൽ വരിക. ഹല്ലേലൂയ. നിന്റെ കഷ്ടതയുടെ ദിനത്തിൽ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. ഇറ്റ് ഈസ് ഗോഡ്സ് കമാൻഡ്മെന്റ്. ദൈവത്തിൻ്റെ കൽപ്പനയാണെങ്കിൽ അത് വിശ്വാസത്തോടെ അനുസരിച്ചാൽ അതിനൊരു അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടിട്ട് പറഞ്ഞ്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അനുസരിച്ചാൽ അതിൻ്റെ അകത്ത് അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തിലുള്ള ഒരു പ്രാർത്ഥനയിലേക്ക് ദൈവം നമ്മെ വിളിക്കുക. അപ്പോൾ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും വളരണമെങ്കിൽ വി നീഡ് ടു ലേൺ ദ ഡൈനാമിക്സ് ഓഫ് പ്രെയർ. പ്രാർത്ഥനയുടെ ചില തത്വങ്ങൾ പഠിക്കണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാനൊന്ന് പഠിക്കണമെന്ന്? ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ലൂക്കയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ
ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് യേശുവിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഇത്രയും നാള് ഈ ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ നടന്നതാ, യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളൊക്കെ കണ്ടതാ. ഹല്ലേലൂയ. അങ്ങനെ യേശുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുക, കർത്താവെ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. അവർ ചോദിച്ചില്ല ഞങ്ങളെ അപ്പം വർദ്ധിപ്പിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ചോദിച്ചില്ല. ഹല്ലേലൂയ. വെള്ളം എങ്ങനെയാണ് വീഞ്ഞാക്കുന്നതെന്നൊന്ന് പഠിപ്പിക്കണമേ എന്ന് ചോദിച്ചില്ല. എങ്ങനെയാണ് രോഗികളെ സൗഖ്യമാക്കുക, എങ്ങനെയാണ് മരിച്ചവരെ ഉയർപ്പിക്കുക, എങ്ങനെയാണ് പിശാചുക്കളെ പുറത്താക്കുക, എങ്ങനെയാണ് വചനം പ്രസംഗിക്കുക, ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കണമേ എന്നൊന്നും ശിഷ്യന്മാർ ചോദിച്ചില്ല. ശിഷ്യന്മാർ ചോദിച്ചത്, യേശുവേ, ഞങ്ങളെയും ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അവർ വെറുതെ ചോദിച്ചതല്ല. അവർ നോക്കുമ്പോൾ അവരുടെ കൂടെ ആയിരിക്കുന്ന യേശു, ഹല്ലേലൂയ, പലപ്പോഴും അവൻ വിജനതയിലേക്ക് പിൻവാങ്ങി പ്രാർത്ഥിക്കുന്നു. രാത്രി മുഴുവനും അവൻ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നു. ഹല്ലേലൂയ. നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ രാജ്യത്തിന് വേണ്ടിയും ദേശത്തിന് വേണ്ടിയും പാസിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും വീടിന് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിച്ചാലും കൂടി വന്ന ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ. ഇത് യേശു പിതാവിൻ്റെ സന്നിധിയിൽ രാത്രി മുഴുവനും ചെലവഴിക്കുക. ഹി സ്പീക്കിംഗ് ടു ഹിസ് ഫാദർ. ഹല്ലേലൂയ. അവൻ്റെ ജീവനുള്ള പ്രാർത്ഥനയാണ്, സന്തോഷമുള്ള പ്രാർത്ഥനയാ. ചില സമയത്ത് കണ്ണുനീരോടെയും ഉറച്ച നിലവിളികളോടെയും അവൻ പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദിസ് ഈസ് ഡിഫറെൻറ്റ്. അവർക്ക് മനസ്സിലായി, അവരുടെ ശാസ്ത്രിമാരോ പുരോഹിതന്മാരോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് തെരുവീതിയുടെ കോണറിൽ നിന്നോ ആലയത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നോ നീട്ടി പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള കാര്യമൊന്നുമല്ല. ദിസ് പ്രെയർ ഇസ് എ ലിവിങ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് ഫാദർ. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, ഇതുപോലെയൊന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. എത്ര പേർ ആഗ്രഹത്തോടെ പറയും, ഹല്ലേലൂയ, ഇതുപോലെയൊന്ന് പ്രാർത്ഥിക്കാൻ. ജീവനുള്ള ഒരു പ്രാർത്ഥന ജീവിതം. ഹല്ലേലൂയ. പിതാവുമായിട്ടുള്ള ഒരു ബന്ധം, an intimate relationship with the Lord. ഹല്ലേലൂയ. in prayer. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. എത്ര പേര് പറയും, ലോർഡ് ടീച്ച് മീ ദ ഡൈനാമിക്സ് ഓഫ് പ്രെയർ. എൻ്റെ കർത്താവേ, യു ടീച്ച് മീ ദ ഡൈനാമിക്സ് ഓഫ് പ്രെയർ. പ്രാർത്ഥനയുടെ തത്വങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. യേശു ലോർഡ്സ് പ്രെയർ പഠിപ്പിച്ചു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അവിടെ നമുക്കൊരു വചനം വായിച്ചു കേൾക്കാം. ലൂക്കയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ യേശു അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾക്കൊരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് ആ സ്നേഹിതൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു കൂട്ടുകാരൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവന് വിളമ്പിക്കൊടുക്കുവാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല. അപ്പോൾ അകത്തുള്ളവൻ, എന്നെ പ്രയാസപ്പെടുത്തരുത്, വാതിൽ അടച്ചുപോയി, എൻ്റെ കുട്ടികൾ എന്നോടുകൂടെ കിടക്കുന്നു. എഴുന്നേറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും എടുത്തു തരാൻ എനിക്കിപ്പോൾ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു സ്നേഹിതൻ എന്ന നിലയിൽ അവൻ എഴുന്നേറ്റ് അയാൾക്ക് അപ്പം കൊടുത്തില്ലെങ്കിൽ പോലും ആ മനുഷ്യൻ്റെ നിർബന്ധ നിമിത്തം എഴുന്നേൽക്കുകയും അയാൾക്ക് ആവശ്യമുള്ളിടത്തോളം കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന ഒരു കാര്യം, ഒരു കൂട്ടുകാരൻ വേറൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്ന് അർദ്ധരാത്രിക്ക് മുട്ട് വിളിക്കുകയാണ്. ആ സമയത്ത് ആ കൂട്ടുകാരന് കൊടുക്കുവാൻ ഇവൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഹല്ലേലൂയ. അർദ്ധരാത്രിക്ക് ഒരു സ്നേഹിതൻ എൻ്റെ പക്കൽ വന്ന് സഹായത്തിനായിട്ട് മുട്ടുമ്പോൾ അവന് കൊടുക്കുവാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. എന്നാൽ അപ്പമുള്ള ഒരു കൂട്ടുകാരനുണ്ട് എനിക്ക്. ആ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി മുട്ടി വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, 3 അപ്പം തരണമേ. ഒന്നുമില്ലാതെ രാത്രി യാത്ര ചെയ്ത് വിശന്ന് വലഞ്ഞ് മടുത്ത് വന്നിരിക്കുന്ന ഈ സുഹൃത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാ എനിക്ക് 3 അപ്പം തരണം. ഹല്ലേലൂയ. മുട്ടി വിളിച്ചു. പക്ഷേ അപ്പത്തിന് വേണ്ടി മുട്ടി വിളിച്ചപ്പോൾ അപ്പമുള്ള ഈ സുഹൃത്ത് ഉടനെ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്ന്, ഇന്ന് കൊണ്ടുക്കോ കേട്ടോ, 3 എണ്ണമാണോ, ഇഷ്ടംപോലെ കൊണ്ടുക്കോ എന്ന് പറഞ്ഞു കൊടുത്തില്ല. ഹല്ലേലൂയ. പകരം തടസ്സങ്ങളാ പറഞ്ഞത്. പറഞ്ഞു, വാതിൽ അടച്ചു കഴിഞ്ഞിരിക്കുന്നു,
അന്നത്തെ കൾച്ചറിൽ അവിടെയുള്ള വീടുകൾ അവരുടെ രാവിലെ അവരുടെ പരിപാടികളൊക്കെ അങ്ങ് തുടങ്ങുമ്പോൾ തന്നെ വീടിൻ്റെ വാതിൽ അങ്ങ് തുറന്നിടും. പിന്നെ അത് തുറന്നേ കിടക്കൂ. ആർക്ക് വേണമെങ്കിലും വരാം, ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിക്കാം, എന്തും ചെയ്യാം. വാതിൽ തുറന്നു കിടക്കും. പക്ഷേ എല്ലാം കഴിഞ്ഞ് വാതിൽ അടച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അർത്ഥം ഇനി തുറക്കാനില്ല. ഹല്ലേലൂയ. വാതിൽ അടച്ചു കഴിഞ്ഞു. ചെറിയ വീടുകളാണ്. ഒരു മുറിക്കകത്ത് എല്ലാവരും കൂടെ ഉറങ്ങുന്നത്. ലാർജ് ഫാമിലീസാ. ഹല്ലേലൂയ. അങ്ങനെ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും എല്ലാം ചേർന്ന് കിടക്കുകയാണ്. ഇനിയും എഴുന്നേൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഡിസ്റ്റർബ്ഡ് ആവും. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളും എന്നോടൊപ്പം കിടക്കുന്നു, ഇനിയും എനിക്ക് എഴുന്നേറ്റ് നിനക്ക് അപ്പം തരുവാൻ നിവൃത്തിയില്ല. ഹല്ലേലൂയ. എന്നാൽ വചനം പറയുന്നു, ഈ സുഹൃത്ത് ലജ്ജയില്ലാതെ മുട്ടിക്കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാ ഇത്രയും തടസ്സങ്ങൾ ഉണ്ടായിട്ടും ലജ്ജയില്ലാതെ ഈ സുഹൃത്ത് മുട്ടിക്കൊണ്ടേയിരുന്നത്? എന്തുകൊണ്ടാണെന്നറിയാവോ? തടസ്സങ്ങളുണ്ട്, പക്ഷേ അപ്പമില്ല എന്ന് പറഞ്ഞില്ല. ഹല്ലേലൂയ. ഈ മുട്ടുന്ന വാതിലിൻ്റെ അകത്ത് അപ്പമില്ല, നീ പൊക്കോളാൻ പറഞ്ഞില്ല, തടസ്സങ്ങളുണ്ടെന്നേ പറഞ്ഞുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് പറയുകയാ, നിന്റെ വിഷയം ഏത് തന്നെയാണെങ്കിലും അതിൻ്റെ ഉത്തരം വരുന്നതിന് ചില തടസ്സങ്ങളുണ്ടായിരിക്കാം, എന്നാൽ അതിന് ഉത്തരമില്ല എന്ന് സ്വർഗം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഉത്തരമുണ്ടെന്ന് ഉറപ്പുള്ളിടത്തോളം കാലം, ഈ വചനത്തിൽ നിനക്ക് ഉത്തരമുണ്ടെന്ന് ഉറപ്പുള്ളിടത്തോളം കാലം, എൻ്റെ ദൈവം നിനക്ക് നല്ലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുള്ളിടത്തോളം കാലം മുട്ടിക്കൊണ്ടേയിരിക്കുവിൻ, നിനക്ക് തുറന്നു കിട്ടും. ഹല്ലേലൂയ. അപ്പം ഇല്ലാന്ന് പറഞ്ഞില്ല. 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ എലീശ ഏലിയാവിനോട് പറഞ്ഞു, അങ്ങയുടെ മേലുള്ള ആത്മാവിന്റെ ഒരു ഇരട്ടി പങ്ക് എനിക്ക് വേണം. ഹല്ലേലൂയ. ഏലിയാവ് പറഞ്ഞത് എന്താണെന്നറിയാവോ? ബുദ്ധിമുട്ടുള്ള കാര്യമാ നീ എന്നോട് ചോദിച്ചത്. ഹല്ലേലൂയ. ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചോദിച്ചത്. എന്നാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞില്ല, അസാധ്യമായ കാര്യമാണെന്ന് പറഞ്ഞില്ല. ഇരട്ടിപ്പങ്ക് അഭിഷേകം പ്രാപിക്കുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് പറഞ്ഞത്. നിനക്കൊരു നടപ്പ് നടക്കേണ്ടതായിട്ടുണ്ട്, ഒരു ദർശനം പാലിക്കേണ്ടതായിട്ടുണ്ട്. ആ ദർശനത്തിൽ നിന്ന് തന്നെ ഡിസ്ട്രാക്റ്റഡ് ആകാതെ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. ചില ബന്ധങ്ങൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അസാധ്യമാണെന്ന് പറഞ്ഞില്ല. ഹല്ലേലൂയ. ഇന്ന് ഞാൻ പറയട്ടെ, അസാധ്യങ്ങളെ പോലും സാധ്യമാക്കുന്ന ദൈവത്തിന്റെ മുൻപിലാണ് നാം വന്നിരിക്കുന്നത്. പ്രാർത്ഥനയിൽ നിനക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. നീ മുട്ടിക്കൊണ്ടേ ഇരിക്കുവിൻ, നിനക്ക് തുറന്നു കിട്ടും. നീ ചോദിച്ചുകൊണ്ടേ ഇരിക്കുവിൻ, നിനക്ക് ഉത്തരം കിട്ടും. നീ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുവിൻ, നീ കണ്ടെത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കളെ കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു മാസ്റ്റർ. അപ്പൊ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, തടസ്സങ്ങളുണ്ട്. അതൊക്കെ അറിഞ്ഞിട്ടും പ്രാർത്ഥിക്കാനായിട്ട് തന്നെ തീരുമാനമെടുക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. എല്ലാം തികഞ്ഞിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യമല്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ ഒരു വില കാണണമെങ്കിൽ നീ ഒരു വില കൊടുത്തതായിരിക്കണം. ചിലർ പറയുവേ, ഇപ്പം ഭയങ്കര തിരക്കാ, ജോലി തിരക്കാ, ഓഫീസിൽ പോകണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ സമയമില്ല. റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. നീ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പോകുന്നില്ല. ഹല്ലേലൂയ. എല്ലാ തിരക്കും തീർന്നിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവസന്നിധിയിൽ നീ ഇപ്പം തിരക്കിൻ്റെ നടുവിൽ, ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അതിന് ലഭിക്കുന്ന വില അന്ന് കാണുകയില്ല കേട്ടോ. ഹല്ലേലൂയ. ഡാനിയേലിനെതിരെ പീഡനം വന്നു. എന്തിനാ പീഡനം വന്നത്? നമുക്കറിയാം. ചിലരൊക്കെ നമ്മളോട് പിണങ്ങുന്നത് സ്നാനം എടുക്കുമ്പോഴാണ്. ചിലർ പിണങ്ങും, ട്രഡീഷണൽ ചേർച്ചിൽ പോകാതെ എന്തിനാണ് ഇങ്ങനെ ആലയത്തിൽ വന്നു എന്നൊക്കെ ചോദിച്ചൊക്കെ പിണങ്ങും, വഴക്കുണ്ടാക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ എനിക്ക് എൻ്റെ മുറിക്കകത്ത് കയറി കതകടച്ച് എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതിനെതിരെ പീഡനം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഹല്ലേലൂയ. ഇവിടെ ഡാനിയേലിനെതിരെ വിഷയം വന്നത് അവൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കെതിരായിട്ടാണ്. അവൻ്റെ മുറിക്കകത്ത് കയറി അവൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കുന്നതിനെതിരെയാണ് പീഡനം വന്നത്. ഹല്ലേലൂയ. ഈ രാജാവിനോടല്ലാതെ ഈ രാജ്യത്ത് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവരെ സിംഹക്കുഴിയിൽ ഇടുമെന്നാണ് രാജാവിൻ്റെ കൽപ്പന വന്നത്. ഹല്ലേലൂയ. അത് കേട്ട ഡാനിയേൽ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ?
കർത്താവിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വെച്ചാൽ സിംഹക്കുഴിയിലിട്ട് പോവുകയല്ലേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നിയമം എന്തെങ്കിലും ഒന്ന് മാറുമോ നോക്കാം. മാറിക്കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞില്ല. വചനം പറയുന്നു, ഡാനിയേൽ പതിവ് പോലെ തൻ്റെ മുറിയിലേക്ക് കടന്നു ചെന്നു. ജെറുസലേമിലേക്കുള്ള കിളിവാതിലുകൾ തുറന്നു. തൻ്റെ യഹോവയുടെ മുമ്പാകെ മുട്ടുകുത്തി അവൻ പതിവ് പോലെ പ്രാർത്ഥിച്ചെങ്കിൽ, ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്കെതിരായിട്ട് എതിർപ്പുകൾ വരും, പ്രാർത്ഥനയ്ക്കെതിരായിട്ട് പോരാട്ടങ്ങൾ വരും. എന്നാൽ ദൈവമക്കൾ ഒരു വില കൊടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തീരുമാനമെടുക്കേണ്ട സമയങ്ങളാ. ഹല്ലേലൂയ, സ്തോത്രം. എത്ര പേര് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പറയും ഹല്ലേലൂയ? രാത്രിയുടെ യാമങ്ങളിൽ, വെളുപ്പാൻ കാലത്ത്, ഹല്ലേലൂയ, ഓ സ്തോത്രം, എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കും. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുമ്പോൾ എത്ര തടസ്സമുണ്ടെങ്കിലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പോരാട്ടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും, നാം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നാൽ അതിനൊരു ഉത്തരവുണ്ട്. ഹല്ലേലൂയ. ദൈവം ഉത്തരം അയക്കുന്നത് 3 രീതിയിലാണ്. ഒന്നാമത്തേത്, ഗോഡ് വർക്ക്സ് ത്രൂ ദ ഹ്യൂമൻ റിലം. മാനുഷികമായ തലത്തിലൂടെ ദൈവം പ്രവർത്തിക്കും. അതായത് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചില വ്യക്തികളിലൂടെ ഉത്തരം തരും. ഹല്ലേലൂയ. നമ്മളിൽ പലരും ഇവിടെ ഇരിക്കുമ്പം ആലോചിച്ചോണം, നമ്മളെയൊക്കെ ദൈവം കണ്ടിരിക്കുന്നത് വേറെ ആരുടെയോ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ഏലിയ പ്രവാചകനോട് പറഞ്ഞു, നീ സരാഫത്തിലേക്ക് പോവുക, അവിടെ നിനക്ക് വേണ്ടത് തരാൻ ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഏലിയ പ്രവാചകനെ പോറ്റാനായിട്ട് ദൈവം ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ദേശത്തെല്ലാം ക്ഷാമമാ, ഫുഡൊന്നും കിട്ടാനില്ല. അപ്പൊ സരഫത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഏലിയാവ് ഭക്ഷണം കഴിക്കുക? ദൈവം ഒരു വിധവയിലൂടെ ഏലിയാവിന് വേണ്ടത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏലിയാവ് അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് എന്താ? ഈ വിധവ എൻ്റെ അവസാനത്തെ അപ്പം, ഈ അപ്പവും കൊണ്ട് ഞാനും എൻ്റെ മകനും കൂടെ കഴിച്ച് എൻ്റെ ജീവിതം ഇതോടെ അങ്ങ് തീരാൻ പോവുക. അത്ര മാത്രമേ അവൾക്ക് കാഴ്ചപ്പാട് കിട്ടിയിട്ടുള്ളൂ. ഈ അപ്പവും കഴിച്ച് എൻ്റെ ജീവിതം തീരാൻ പോവുക. എന്നാൽ ദൈവം എന്താണ് അവളിലൂടെ കണ്ടിരിക്കുന്ന അവളുടെ ജീവിതത്തിൻ്റെ പേർപ്പസ് എന്താണ്? ഈ അപ്പം, ഹല്ലേലൂയ, പ്രവാചകന് കൊടുക്കുക, അവൾ വളരെയധികം അനുഗ്രഹം പ്രാപിക്കുക. ഹല്ലേലൂയ. നമ്മളെയൊക്കെ കൊണ്ട് ദൈവം ചില പേർപ്പസ് ഉണ്ട്, ലൈഫിന് ചില പേർപ്പസ് ഉണ്ട്. ഞാനും എൻ്റെ ആ ചെറിയ ജീവിതവും, ഹല്ലേലൂയ, കർത്താവെ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ, എൻ്റെ മകനെ അനുഗ്രഹിക്കണമേ, എൻ്റെ മരുമോളെ അനുഗ്രഹിക്കണമേ. ദിസ് ഫാർ ആൻഡ് നോ മോർ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിന്തയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ അറിവും വിവരവും ഒക്കെ. പക്ഷേ അതല്ല കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ ഈ ചെറിയ ലോകത്തിനപ്പുറം ദൈവം നമ്മളെ കൊണ്ട് ചിലതൊക്കെ കണ്ടിട്ടുണ്ട്, ചിലതൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിലേക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ്. ഹല്ലേലൂയ. നാമാൻ എന്ന് പറയുന്ന സിറിയയിലെ സർവ്വ സൈന്യാധിപന്റെ വീട്ടിൽ ഒരു ഇസ്രായേലി പെൺകുട്ടി അടിമയായി ചെന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ നാമാൻ ഒരു കുഴപ്പമുണ്ട്. പുറമേ നോക്കിയാൽ ഒരു പ്രശ്നവുമില്ല, സർവ്വ സൈന്യാധിപനാണ്, കോട്ടും സൂട്ടും എല്ലാം ഇട്ട് അതിൻ്റെ ഇതെല്ലാം യൂണിഫോം ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഗെറ്റപ്പാ. ഹല്ലേലൂയ. എന്നാൽ അകത്ത് നാമാൻ ഒരു നീറുന്ന പ്രശ്നമുണ്ട്. അത് വേറെ ആർക്കും അറിയത്തില്ല, അത് ആ കുടുംബത്തിൻ്റെ അകത്തുള്ളവർക്കേ അറിയുള്ളൂ. അവിടെ ഒരു ഇസ്രായേലി പെൺകുട്ടി അടിമയായി ചെന്നിരിക്കുകയാണ്. ഈ കുടുംബത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് ആ പെൺകുട്ടി മനസ്സിലാക്കിയപ്പോൾ അവൾ തൻ്റെ യജമാനത്തിയോട് പറഞ്ഞു, എൻ്റെ യജമാനൻ ഇസ്രായേലിൽ പ്രവാചകന്റെ അടുത്ത് പോയിരുന്നെങ്കിൽ എൻ്റെ യജമാനൻ സൗഖ്യം പ്രാപിക്കുമായിരുന്നു. ഹല്ലേലൂയ. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അവൾ ചിന്തിച്ചില്ല, ദൈവം സൗഖ്യപ്പെടുത്തുന്ന ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് ഞാനിവിടെ അടിമയായി കഴിയുന്നു, എൻ്റെ വിഷയത്തിന് എന്തുകൊണ്ട് വിടുതലില്ല? ഹല്ലേലൂയ. എന്നാ പെൺകുട്ടി ചിന്തിച്ചില്ല. അവൾക്കറിയാം, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് ഞാൻ അടിമയായി ഈ ഭവനത്തിലായിരിക്കുന്നെങ്കിൽ ദൈവത്തിന് എന്തോ ഒരു ഉദ്ദേശം എന്നെക്കുറിച്ചുണ്ട്. ഹല്ലേലൂയ. ഓൾ തിങ്സ് വർക്ക് ടുഗെദർ ഫോർ മൈ ഗുഡ്. എല്ലാം എൻ്റെ നന്മയ്ക്കായിട്ട് കൂട്ടി വരുത്തുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ. ഇവിടെ എന്നെ കൊണ്ട് ദൈവത്തിന് എന്താണ് ഉദ്ദേശം? നീ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവം എന്തിന് നിന്നെ ആക്കി വെച്ചിരിക്കുന്നു? നിന്റെ അടുത്തേക്ക് ദൈവം ചിലരെ എന്തിനായി അയക്കുന്നു? ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, സോദോം ഗോമോറ ഞാൻ നശിപ്പിക്കുവാൻ പോകുന്നു.
ഹല്ലേലൂയ. വചനം പറയുന്നു അബ്രഹാം അവിടെ തന്നെ നിന്നു. അബ്രഹാം ചോദിച്ചു, അങ്ങനെ നീതിമാന്മാരും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ദുഷ്ടന്മാരെ പ്രതി നീതിമാന്മാരെയും കർത്താവെ അങ്ങ് നശിപ്പിക്കുമോ? ഹല്ലേലൂയ. അബ്രഹാമിന് മനസ്സിലായി ചില വിവരങ്ങൾ ചിലത് നമ്മളോട് വന്ന് പറയുമ്പോൾ ദൈവം പ്രാർത്ഥിക്കുവാൻ നമ്മളോട് ഉദ്ദേശിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ അറിയുമ്പോൾ അതെല്ലാവരോടും പറഞ്ഞു നടക്കാൻ വേണ്ടിയൊന്നും അല്ല ദൈവം നിന്നെ അറിയിച്ചത്. ഹല്ലേലൂയ. ആ വിഷയം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ദൈവം മനുഷ്യനിലൂടെ ഉത്തരം തരും. ഒരിക്കൽ ഒരു ദേവദാസൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഒരു പുതിയ ആലയം തരാൻ പോകുന്നു. ഹല്ലേലൂയ. ഇപ്പം ആരാധിക്കുന്ന നിങ്ങൾ ഒന്നിച്ചു കൂടുന്ന ആലയമല്ല, അതിനേക്കാളൊക്കെ വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ഒരാലയം. അത് പണി തീർക്കാനായിട്ട് ഏതാണ്ട് കോടിക്കണക്കിന് രൂപ വരും. അപ്പോൾ ഈ ദേവദാസൻ ചോദിച്ചു, ഈ ചെറിയ സഭയിൽ കൊച്ചു കൂട്ടം ആൾക്കാർ കൂടുന്നിടത്ത് ഇത്രയും വലിയ ആലയം എങ്ങനെ പണിയും? ഈ ബിൽഡിംഗ് എങ്ങനെ പണിയും? അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഞാൻ ഒരുവനോട് കൽപ്പിച്ചിട്ടുണ്ട്, നിന്റെ സഭയിൽ വരുന്ന ഒരു വ്യക്തിയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്, നീ ഈ ദർശനം പ്രാപിച്ചിട്ട് ദർശനം സഭയിൽ പറയുക. പറഞ്ഞു കഴിഞ്ഞ് സർവീസ് കഴിയുമ്പോൾ ആ വ്യക്തി വന്നിട്ട് വേണ്ട എമൗണ്ടിൻ്റെ ചെക്ക് എഴുതി തരും. ഹല്ലേലൂയ. ആ ദേവദാസൻ അനുസരിച്ച് വന്നു, ശുശ്രൂഷിച്ചു, ഈ ദർശനം പങ്കുവെച്ചു. എല്ലാം കഴിഞ്ഞു പോയി. പക്ഷെ ആരും വന്നില്ല, ചെക്കുമായിട്ട് ആരും വന്നില്ല. ദേവദാസൻ വളരെ ഭാരപ്പെട്ട് ദൈവത്തിന് മുമ്പിൽ പോയി പ്രാർത്ഥിച്ചു, ദൈവമേ എന്താ പറ്റിയത്? ഞാനത് പറഞ്ഞിട്ട് ആരും വന്നില്ലല്ലോ. ദൈവം പറഞ്ഞു, ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞതാ, എന്നാൽ അവൻ അനുസരിച്ചില്ല. ഹല്ലേലൂയ. നമുക്ക് ന്യായമായിട്ട് വരേണ്ട ചില അനുഗ്രഹങ്ങൾ വ്യക്തികൾ മുടക്കിയേക്കാം. നിനക്ക് ന്യായമായിട്ട് കിട്ടേണ്ട വീട്, നിനക്ക് ന്യായമായിട്ട് കിട്ടേണ്ട സ്വത്ത്, നിനക്ക് ന്യായമായിട്ട് കിട്ടേണ്ട പ്രോപ്പർട്ടി, ഹല്ലേലൂയ, നിന്റെ സഹോദരന്മാരോ മാതാപിതാക്കന്മാരോ ഒക്കെ ഒരുപക്ഷെ അങ്കിൾമാരോ ഒക്കെ പിടിച്ചു വെച്ചേക്കാം. ഹല്ലേലൂയ. എന്നാൽ ഭാരപ്പെട്ടു പോകണ്ട. ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക. ഹല്ലേലൂയ. നീതിമാന്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ വാഴുകയില്ല. നിനക്ക് വേണ്ടിയുള്ള പ്രൊമോഷൻ ആരെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നീ ഭാരപ്പെട്ടു പോകണ്ട. നീ ദൈവസന്നിധിയിൽ മുട്ടിക്കൊണ്ടേ ഇരിക്കുക. എക്സോൾട്ടേഷൻ comes not from the east or west. Hallelujah. കിഴക്കൊന്നും പടിഞ്ഞാറൊന്നും ഒന്നും അല്ല നിന്റെ ഉയർച്ചയും പ്രൊമോഷനും വരുന്നത്. It comes from the Lord himself. ദൈവം തന്നെ നിന്നെ ഉയർത്തും, ദൈവം തന്നെ നിന്നെ അനുഗ്രഹിക്കും, ദൈവം തന്നെ ഹല്ലേലൂയ നിനക്ക് വേണ്ട അനുഗ്രഹം നിന്റെ അടുത്ത് എത്തിച്ചു തരും. കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. രണ്ടാമത് ദൈവം അനുഗ്രഹിക്കുന്ന റെലം എന്ന് പറയുന്നത് ഈസ് ഏഞ്ചലിക് റെലം, ദൂതന്മാരുടെ തലം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉത്തരവുമായിട്ട് ദൈവം ദൂതന്മാരെ അയക്കും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യേശു നഥാനിയേലിനോട് പറഞ്ഞു, ഇനി നീ സ്വർഗം തുറക്കുന്നതും മനുഷ്യപുത്രന്റെ മേൽ ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും നിങ്ങൾ കാണും. വചനം പറയുന്നു, നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതെ വണ്ണം നിന്നെ കാത്തു പരിപാലിക്കുവാൻ ഞാൻ ദൂതന്മാർക്ക് കൽപ്പന കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. വചനം പറയുന്നു, ഹല്ലേലൂയ, രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്കുള്ള സേവകാത്മാക്കളാണ് സ്വർഗത്തിലെ ദൂതന്മാർ. ഹല്ലേലൂയ. ദൂതന്മാർ നമുക്കുള്ള ഉത്തരവുമായിട്ട് വരും. ഡാനിയേല് ദൈവസന്നിധിയിൽ സ്വയം എളിമപ്പെടുത്തി ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. വചനം പറയുന്നത്, പ്രാർത്ഥിച്ച അന്ന് തന്നെ ദൈവം ഒരു ദൂതന്റെ കയ്യിൽ ഉത്തരം പറഞ്ഞയച്ചു, ഉത്തരം കൊടുത്തയച്ചു. എന്നാൽ ആ ഉത്തരം ഡാനിയേലിന് അന്ന് തന്നെ കിട്ടിയില്ല. എന്തു പറ്റി? ഈ ഉത്തരവുമായിട്ട് ദൂതൻ ഡാനിയേലിൻ്റെ അടുത്തേക്ക് വരാൻ നോക്കുമ്പോൾ പേർഷ്യയുടെ അന്തരീക്ഷ മണ്ഡലത്തിൽ വാഴുന്ന ദുഷ്ടാത്മാവ് ആ ദൂതനെ തടസ്സപ്പെടുത്തി ഈ ഉത്തരം ഡാനിയേലിൻ്റെ കയ്യിൽ എത്താതിരിക്കുവാനായിട്ട് 21 ദിവസം ഈ ദൂതൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ദൂതൻ ഈ ദുഷ്ടാത്മാവുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നും മുഖ്യ ദൂതനായ മൈക്കിൾ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. എന്നിട്ട് ആ യുദ്ധം ഏറ്റെടുത്തിട്ട് ഈ ദൂതനെ പറഞ്ഞു വിട്ടു. 21-ാമത്തെ ദിവസം ഡാനിയേൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയ അന്ന് തന്നെ ദൂതന്റെ കയ്യിൽ ഉത്തരം പറഞ്ഞു വിട്ടതാണെങ്കിലും ആ ഉത്തരം ഡാനിയേലിന്റെ കയ്യിൽ എത്താൻ 21 ദിവസം എടുത്തു. കാരണം അന്തരീക്ഷ മണ്ഡലത്തിൽ ഒരു പോരാട്ടം നടക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാതെ വണ്ണം ദൂതന്മാർ ഉത്തരവും കൊണ്ട് വരുന്നുണ്ടെങ്കിലും ഉത്തരം കിട്ടാതെ വണ്ണം അന്തരീക്ഷ മണ്ഡലത്തിൽ ചില പോരാട്ടങ്ങൾ നടന്നേക്കാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഫെസോസ്യർക്കുള്ള ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല.
ഹല്ലേലൂയ. അന്ധകാര വാഴ്ചകളോടും അധികാരങ്ങളോടും അന്തരീക്ഷ മണ്ഡലത്തിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളോടുമാണ് നമുക്ക് യുദ്ധമുള്ളത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? പ്രാർത്ഥന നിർത്തിയിട്ട് പോണമെന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ. സർവായുധ വർഗങ്ങളും ധരിച്ച്, ഹല്ലേലൂയ, 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 കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെട്ട് സകല പ്രാർത്ഥനയോടെയും യാചനയോടെയും സദാസമയം ആത്മാവിൽ പ്രാർത്ഥിക്കുവനെന്ന് ദൈവത്തിൻ്റെ വചനം കൽപ്പിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് ചിലർക്കുള്ള പ്രാർത്ഥനയുടെ മറുപടി നിന്റെ കയ്യിൽ എത്താത്ത വണ്ണം അന്തരീക്ഷ മണ്ഡലത്തിൽ, ഹല്ലേലൂയ, ചില പൈശാചിക ശക്തികൾ നിനക്കെതിരെ പോരാടുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവമക്കൾ ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ, വായ് തുറന്ന് പ്രാർത്ഥിക്കട്ടെ, ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ, പോരാടി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. പുഷ്, ഹല്ലേലൂയ, പ്രേ അൺടിൽ സംതിങ് happens. Hallelujah. ഡാനിയൽ, ഹല്ലേലൂയ, 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോവാണെന്ന് പറഞ്ഞ് തീരുമാനമെടുത്തിരുന്നു ഒന്നുമല്ല. ഹല്ലേലൂയ. ഡാനിയൽ പ്രാർത്ഥിക്കാനിരുന്നു. എന്ന് ഉത്തരം കിട്ടുന്നുവോ അന്ന് വരെ പ്രാർത്ഥിക്കാനിരുന്നു. ഹല്ലേലൂയ. പ്രേ അൺടിൽ സംതിങ് ഹാപ്പൻസ്. ഹല്ലേലൂയ. നിന്റെ വിഷയത്തിനൊരു വ്യത്യാസം വരുവോളം നീ പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനമെടുത്തോ. ഹല്ലേലൂയ. ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. പോരാടി പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ഓ സ്തോത്രം. ദൂതന്മാർ നിന്നെ സഹായിക്കുവാനായിട്ട് വരും. ഹല്ലേലൂയ. നിന്റെ വിശ്വാസത്തിന്റെ കൺഫെഷൻ കേട്ട് ദൂതന്മാർ നിന്നെ സഹായിക്കുവാനായിട്ട് വരും. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു ജീസസ്. താങ്ക് യു മാസ്റ്റർ. ഹല്ലേലൂയ. മൂന്നാമത്തെ റെലം എന്ന് പറയുന്നത് ഇസ് ദ റെലം ഓഫ് ദ ലോർഡ് ഹിംസെൽഫ്. അതായത് ദൈവം തന്നെ നിനക്കൊണ്ട പ്രാർത്ഥനയുടെ ഉത്തരവുമായിട്ട് വരും. എത്ര പേർക്ക് സന്തോഷമുണ്ട് കേട്ടിട്ട്? കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായിട്ട് ദൈവം വ്യക്തികളെ അയക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായിട്ട് ദൈവം ദൂതന്മാരെ അയക്കും. എന്നാൽ അത് രണ്ടുമല്ല, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായിട്ട് ദൈവം തന്നെ നമ്മുടെ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ വചനം പറയുന്നു, അബ്രഹാം നട്ടുച്ച സമയത്ത്, അറ്റ് ദ ഹീറ്റ് ഓഫ് ദ ഡേ, കൂടാരത്തിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ അബ്രഹാം പിതാവ് നട്ടുച്ച സമയത്ത്, നമുക്കറിയാം നട്ടുച്ച സമയത്ത് കൂടാരത്തിൻ്റെ പുറത്തിറങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല. ഗവൺമെൻറ്റും പറയുന്നത് ഈ ചൂടിൻ്റെ സമയത്ത് നട്ടുച്ചയ്ക്ക് എന്തിൻ്റെയെങ്കിലും അകത്ത് കയറിയിരിക്കാനാണ് പറയുന്നത്. ഹല്ലേലൂയ. ചൂടടിച്ച് പുറത്തോട്ട് ഇറങ്ങരുതെന്നാ പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ അബ്രഹാം, ഹല്ലേലൂയ, കൂടാരത്തിൻ്റെ പുറത്ത് നിൽക്കുകയാണ്. അവൻ എന്തിനെയോ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. എന്താ കാര്യം? എലിയോൺ ദ മോസ്റ്റ് ഹൈ ഗോഡ്, ഹല്ലേലൂയ, ഡിവിനിറ്റി അബ്രഹാമിൻ്റെ കൂടാരത്തെ സന്ദർശിക്കാൻ പോവുകയാണ്. സംവേർ ഇൻ ദ സ്പിരിറ്റ്, എവിടെയോ അബ്രഹാമിന് ആത്മാവിൽ മനസ്സിലായി, യഹോവയായ ദൈവം, എൽ ഷഡായി ആയ ദൈവം, എന്നെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം, എന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവം, ദി ഓൾമൈറ്റി ഗോഡ് ഈസ് ഗോയിങ് ടു വിസിറ്റ് മീ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആത്മാവിൽ അറിയാം? ഹല്ലേലൂയ. ദൈവം ഉണർവയക്കുന്ന സമയങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു ചലനം നമ്മുടെ സഭയിൽ ഉണ്ടാകുവാൻ പോകുന്ന സമയമാണ്. ഹല്ലേലൂയ. ഓ സ്തോത്രം. പ്രാർത്ഥിക്കുന്നവൻ അറിയാം, ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന സമയങ്ങളുണ്ട്. ഹല്ലേലൂയ. അബ്രഹാമിന് മനസ്സിലായി, ദൈവം തന്നെ സന്ദർശിക്കുന്ന സമയമാണ്. 24 കൊല്ലം മുമ്പ് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഏറ്റെടുത്ത് വിളി കേട്ടിറങ്ങിയതാ. ഹല്ലേലൂയ. വാഗ്ദത്തം നിറവേറുന്ന സമയമായിരിക്കുന്നു. ദൈവം എന്നെ സന്ദർശിക്കുന്ന സമയമായിരിക്കുന്നു. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഹല്ലേലൂയ. ലൂക്കയുടെ സുവിശേഷത്തിൽ യേശു യെരൂശലേം പട്ടണത്തെ നോക്കിയിട്ട് പറഞ്ഞു, യെരൂശലേം, യെരൂശലേം, തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ ഒതുക്കുന്നത് പോലെ നിന്നെ എന്നോട് ചേർക്കുവാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചു, എന്നാൽ എൻ്റെ സന്ദർശന സമയം നീ അറിഞ്ഞില്ല, എൻ്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർക്കറിയാം ദൈവം നമ്മളെ സന്ദർശിക്കുന്ന സമയമാണ്, വാഗ്ദത്തങ്ങൾ നിറവേറുന്ന സമയമാണ്. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഹല്ലേലൂയ. ഓ എലിയോൺ ദ മോസ്റ്റ് ഹൈ ഗോഡ് അബ്രഹാമിൻ്റെ കൂടാരത്തിൽ വന്നപ്പോൾ അബ്രഹാം ഓടി ചെന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, ഓ സ്തോത്രം, എൻ്റെ കർത്താവേ, അങ്ങ് അടിയനെ കടന്നു പോകരുതേ.
ഹല്ലേലൂയ. അങ്ങ് എന്നെ കടന്നു പോകരുതേ, അങ്ങ് കൂടാരത്തിലേക്ക് വരണമേ. ഇന്ന് എത്ര പേര് പറയും, എൻ്റെ കർത്താവേ, when there is the third move of the Holy Spirit, പരിശുദ്ധാത്മാവിൻ്റെ മൂന്നാമത്തെ വ്യാപാരം നടക്കുമ്പോൾ, ഹല്ലേലൂയ, ഓ സ്തോത്രം, ദൈവം ഒരു അന്ത്യകാല സൈന്യത്തെ എഴുന്നേൽപ്പിക്കുമ്പോൾ എൻ്റെ കർത്താവേ, എന്നെ കടന്നു പോകരുതേ. എൻ്റെ ബലഹീനതകളോടെയും എൻ്റെ ഇല്ലായ്മകളോടെയും എൻ്റെ എല്ലാ കുറവുകളോടെയും എൻ്റെ കർത്താവേ, അങ്ങയുടെ മുൻപിൽ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങ് സന്ദർശിക്കുമ്പോൾ എന്നെ കടന്നു പോകരുതേ. Hallelujah. That needs passion for the Lord. Oh, that needs a love for the presence of the Lord. Hallelujah. ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയിട്ടുള്ള അത്യധികമായ ഒരു ആഗ്രഹം വേണം, ഒരു സ്നേഹം വേണം. ഹല്ലേലൂയ. അബ്രഹാം പറഞ്ഞു, ഹല്ലേലൂയ, സാറ ഇത്രയും കൊല്ലമായിട്ട് കുക്ക് ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. സാറയ്ക്ക് വീട്ടിൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ആ വീട്ടിൽ ജനിച്ചു വളർന്ന 318 ഭൃത്യന്മാരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഈ അതിഥിക്ക് ഭക്ഷണം ഒരുക്കുവാൻ സാറ, നീ തന്നെ 3 ഇടങ്ങഴി മാവെടുത്ത് അപ്പം ഉണ്ടാക്കണം. അബ്രഹാം തന്നെ ഓടിച്ചെന്നു, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാളക്കുട്ടിയെ എടുത്തു. ഹല്ലേലൂയ. ഭക്ഷണം ഉണ്ടാക്കി. ഒരു ഒരുക്കമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നിന്നിലേക്ക് വരാനായിട്ട് ഒരു ഒരുക്കമുണ്ട്. ഹല്ലേലൂയ. ഞാൻ തന്നെ ഒന്ന് ഒരുങ്ങും, വേണ്ടാത്തതൊക്കെ ഒന്ന് മാറ്റും, എൻ്റെ പ്രിയനു വേണ്ടി ഞാൻ തന്നെ ഒന്ന് സമർപ്പിക്കും, ഞാനൊരു സാക്രിഫൈസ് നടത്തും, എൻ്റെ കർത്താവിനെ ഞാനൊന്ന് തൃപ്തിപ്പെടുത്തും. ഹല്ലേലൂയ. സങ്കീർത്തനം 50 വാക്യമുണ്ട്. വചനം പറയുന്നു, എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ഇന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം, എൻ്റെ കർത്താവെ, അങ്ങയുടെ ഹൃദയത്തിലെ വിശപ്പും ദാഹവും അറിയുവാൻ അങ്ങ് എന്നോടൊന്ന് ഇടപെടണമേ. അബ്രഹാമിന് ദൈവത്തിൻ്റെ വിശപ്പ് അറിയാമായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വിശപ്പ് അറിയാവുന്ന അബ്രഹാം, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഒന്ന് ഒരുക്കി. ഇന്ന് എത്ര പേര് ഹൃദയങ്ങളെ ഒന്ന് ഒരുക്കും? എൻ്റെ ദൈവമേ, അങ്ങ് കടന്നു പോകരുതേ. എൻ്റെ യേശുവേ, അങ്ങ് കടന്നു പോകരുതേ. അങ്ങ് സന്ദർശിക്കുമ്പോൾ എൻ്റെ കൂടാരത്തിൽ വരണമേ. Prayer opens supernatural doors for you. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ദൈവസാന്നിധ്യം ഉറങ്ങുമ്പോൾ അത്ഭുതകരമായി വാതിലുകൾ തുറക്കും. ഹല്ലേലൂയ. നിനക്ക് ചിന്തിക്കാനോ വിചാരിക്കാനോ പറ്റാത്തതുപോലെ ദൈവം നിന്റെ വിഷയത്തിൽ ഇടപെടും. ഹല്ലേലൂയ. 100 വയസ്സായ അബ്രഹാം ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ അവൻ ബലം പ്രാപിച്ചു. അത്ഭുതമാണ്. 90 വയസ്സായ വന്ധ്യയും വൃദ്ധയുമായ സാറ ദൈവ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ അവളുടെ യൗവനം പുതുക്കം പ്രാപിച്ചു. ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ചില അത്ഭുതകരമായ വിടുതലുകൾ നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനം 1-ാം അധ്യായത്തിൽ 120 ശിഷ്യന്മാർ മാളിക മുറിയിൽ ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരൊരു വാഗ്ദത്തം മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവിൽ നിന്ന്, യേശുവിൽ നിന്നും അവർ കേട്ട പിതാവിൻ്റെ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, എങ്ങനെയാ വരിക എന്നറിയത്തില്ല. പക്ഷെ ഒരു വാഗ്ദത്തം മാത്രമുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. ഹല്ലേലൂയ. അവർ ഒന്നിച്ചിരുന്ന്, ഹല്ലേലൂയ, മാളിക മുറിയിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക 10 ദിവസം. ഹല്ലേലൂയ. വചനം പറയുന്നു, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ they heard the sound of a mighty rushing wind from heaven. സ്വർഗത്തിൽ നിന്നും, ഹല്ലേലൂയ, ഒരു കൊടുങ്കാറ്റ് ഇരമ്പുന്ന ശബ്ദം അവർ കേട്ടു. ആ ശബ്ദം അവരിയ്ക്കുന്ന മുറിയിലാകെ നിറഞ്ഞു. എല്ലാവരുടെയും മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പിളർന്ന അഗ്നി നാവുകൾ പോലെ വന്നു. അവർ അന്യഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അന്ത്യകാലത്ത് എല്ലാ ജഡത്തിൻ്റെ മേലും പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, സ്വപ്നങ്ങൾ കാണും, ദർശനങ്ങൾ കാണും. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഇന്ന് സകല ജഡത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ, ഹല്ലേലൂയ, അത്ഭുതകരമായ വാതിലുകൾ തുറക്കും. ചിലർ അന്യഭാഷയിൽ സംസാരിക്കും, ചിലർ പ്രവചിക്കും, കൃപാവരങ്ങൾ ജ്വലിച്ചു വരും, രോഗികൾ സൗഖ്യമാകും, ബന്ധനങ്ങൾ വിട്ടുപോകും. ഹല്ലേലൂയ. അത്ഭുതകരമായ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരുന്ന സമയമാ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ അത്ഭുതകരമായ വാതിലുകൾ തുറക്കും. ജെറമ്യാ പ്രവചനം 33-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ട വചനത്തിൽ പറഞ്ഞു, നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും, നിനക്കറിയാത്ത അത്ഭുതവും മഹത്വകരവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് കാണിച്ചു തരും. നിനക്കറിയാത്ത കാര്യങ്ങൾ,
നിനക്ക് വെളിപ്പെടാത്ത കാര്യങ്ങൾ. ചെങ്കടലിൻ്റെ അകത്ത് ഒരു വഴി ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് മോശയ്ക്കും അറിയത്തില്ല, ഇസ്രായേൽ ജനത്തിനും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ആർക്കും അറിയാത്ത ചില വഴികൾ, നിനക്കറിയാത്ത ചില സൊല്യൂഷൻസ്. ഓ സ്തോത്രം, ഹല്ലേലൂയ. ഓ ചില വിഷയങ്ങൾക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കണമെന്ന് നിനക്കറിയത്തില്ല, അതിനൊരു ഉത്തരമില്ല. ഹല്ലേലൂയ. അവനെ വിളിച്ചപേക്ഷിക്കുക, നിനക്കറിയാത്ത ചില കാര്യങ്ങൾ അവൻ വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഓ താങ്ക് യു മാസ്റ്റർ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ദൈവം തന്നെ നിനക്ക് ഉത്തരമരുളും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു മാസ്റ്റർ. ഇന്ന് കേട്ട വചനത്തിൻ്റെ മുൻപാകെ ഹൃദയങ്ങളെ എളിമപ്പെടുത്തി ഹൃദയത്തിലൊരു തീരുമാനമെടുത്താട്ടെ. പ്രാർത്ഥനയിലുള്ള കോൺഫിഡൻസ് വിട്ട് കളയത്തില്ല. ടേക്ക് എ ഡിസിഷൻ ടു പ്രേ, എ കൺസിസ്റ്റൻറ്റ് പ്രെയർ ലൈഫ്, എ സാക്രിഫിഷ്യൽ പ്രെയർ ലൈഫ്. എല്ലാം ഒരുങ്ങിയുമ്പോൾ, എല്ലാം സൗകര്യമായിട്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യമല്ല. ഹല്ലേലൂയ. ഒരു വില കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ തീരുമാനമെടുത്താട്ടെ. ഓ സ്തോത്രം, താങ്ക് യു ജീസസ്. കർത്താവെ, നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ, അങ്ങ് അയച്ച വചനത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ. ഹല്ലേലൂയ. ഇന്ന് കർത്താവെ, അങ്ങയുടെ വചനം ഞങ്ങൾ ഹൃദയങ്ങളിലേക്ക് എളിമയോടെ ഏറ്റെടുക്കുന്ന കർത്താവെ, ആ വചനത്തിൻ്റെ പുറകിലുള്ള അഭിഷേകം ഞങ്ങളുടെ മേലൊന്ന് വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പ്രാർത്ഥനയോടെയും യാചനയോടെയും സ്തോത്രസ്തുതികളോടെയും ഓ എല്ലാ വിഷയവും കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഏൽപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രെയർ ലൈഫിന് വേണ്ടി പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങാണല്ലോ ഞങ്ങളുടെ സഹായകൻ. വി ഡു നോട്ട് നോ ഹൗ ടു പ്രേ ലോർഡ്. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുന്നുവെന്ന് അവിടുത്തെ വചനം പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് എപ്പോഴും ഞങ്ങൾക്ക് സഹായിയായിട്ട് ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവ മഹത്വവും ഞങ്ങൾ അവിടത്തേക്ക് നൽകുന്നു. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.